നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 20 വേൾഡ് ഓറൽ ഹെൽത്ത് ദിനമാണ്. 2025 ലോക ഓറൽ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ സന്തോഷമുള്ള വായ, സന്തോഷമുള്ള ശരീരം എന്നതാണ്. അപ്പോൾ വായയുടെ ആരോഗ്യം, പ്രത്യേകിച്ചും ദന്താരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ദന്താരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ദന്തൽ കോളേജിലെ പെരിയോഡോണ്ടിക്സ് വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിട്ടുള്ള ഡോക്ടർ ബിന്ദു ആർ നായരാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, വായയുടെ ആരോഗ്യം, പ്രത്യേകിച്ചും ദന്താരോഗ്യം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണ് ഇത് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അത് എന്തൊക്കെയാണെന്നൊന്ന് പ്രേക്ഷകർക്കായിട്ട്? മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വായ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. വായയുടെ അല്ലെങ്കിൽ ദന്താരോഗ്യം വഴി നമുക്ക് മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യത്തിൻ്റെ ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രവചിക്കാൻ നമുക്ക് പറ്റും. ചില അസുഖങ്ങൾ നമ്മൾ ഡെൻറ്റിസ്റ്റ് ആയിരിക്കും ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് എന്ന അസുഖം വായിൽ മൾട്ടിപ്പിൾ പെരിഡോണ്ടൽ ആബ്സസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഡെൻറ്റിസ്റ്റ് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ആ പേഷ്യൻറ്റിന് ആ ഡെൻ്റൽ ഡിസീസ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഡയബറ്റീസ് പോലെ തന്നെ കുറേ വേറെ കൂടുതൽ അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ഹൃദയത്തിൻ്റെ കാർഡിയോവാസ്കുലർ ഡിസീസസ്, മറവി രോഗം, റെസ്പിറേറ്ററി ഡിസീസ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ പ്രോബ്ലംസ്, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഓസ്റ്റിയോപോറോസിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നീ അസുഖങ്ങളെല്ലാം തന്നെ നമ്മുടെ ഒരു പരിധിവരെ നമ്മുടെ വായിലെ അസുഖം അല്ലെങ്കിൽ ദന്താരോഗ്യം പരിപാലിക്കുന്നത് വഴി ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഇത് തമ്മിലുള്ള ഈ പെരിഡോണ്ടൽ ഡിസീസ് അല്ലെങ്കിൽ ദന്താരോഗ്യവും മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളും തമ്മിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ശാഖയെ, മെഡിസിനൽ ശാഖയെ നമ്മൾ പെരിഡോണ്ടൽ മെഡിസിൻ എന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഡയബറ്റീസ്, പെരിഡോണ്ടൽ ഡിസീസ് അല്ലെങ്കിൽ ദന്താരോഗ്യം തമ്മിൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. നമുക്കറിയാം, ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് മോണരോഗം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ദന്തൽ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും. അത് എങ്ങനെയെന്ന് വെച്ചാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കുകയും ആ കൂടുതലായിരിക്കുന്ന പഞ്ചസാരയിൽ അണുബാധ, കൂടുതൽ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം വളരുകയും ആ മൈക്രോ ഓർഗാനിസം കാരണം നമുക്ക് കൂടുതൽ പെരിഡോണ്ടൽ ഡിസ്ട്രക്ഷൻ വരികയും ചെയ്യുന്നു. അതാണ് ഒരു മെക്കാനിസം. രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ഡയബറ്റിക് ഉള്ള പേഷ്യൻസിൽ ഇമ്മ്യൂൺ മെക്കാനിസം കുറവായിരിക്കും. അപ്പോൾ അവർക്ക് മോർ പ്രോൺ ടു ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ പെരിഡോണ്ടൽ ഡിസീസ്. ഇവരിൽ ഏജ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം വഴി ആൽവിയോളാർ ബോൺ ലോസ് കൂടുതലായിട്ട് ഡിസ്ട്രക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ നമുക്ക് ദന്തരോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പെരിഡോണ്ടൽ ആബ്സസ്, മൊബിലിറ്റി, അങ്ങനെ സാധാരണ ഉള്ള ഇറിറ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ അസുഖമുള്ളവർക്ക് കൂടുതലായിട്ട് ദന്തരോഗം കൂടുതലായിട്ട് കാണുന്നു. എങ്ങനെ ഇത് തിരിച്ചും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, ഈ പെരിഡോണ്ടൽ ഡിസീസ് അല്ലെങ്കിൽ ദന്തരോഗം കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് വഴി നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുത്തും. അപ്പം നമ്മൾ കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഡോസിലുള്ള ഇൻസുലിൻ മതിയാവില്ല ഇങ്ങനെയുള്ളവർക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ. അപ്പം ദന്തരോഗം കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും ചെറിയ ഡോസിൽ നമുക്ക് സിസ്റ്റമിക് ഡിസീസിൻ്റെ കൺട്രോൾ വരുത്തുകയും ചെയ്യാം. ഇതാണ് 2-way ലിങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ പെരിഡോണ്ടൽ മെഡിസിൻ. എങ്ങനെ നമുക്ക് ഡയബറ്റീസ് കൂടുതൽ ഡിസ്ട്രക്ഷൻ വരുത്തുന്നു, പെരിഡോണ്ടൽ ഡിസീസ് അല്ലെങ്കിൽ മോണരോഗം കൺട്രോൾ ചെയ്യുന്നത് വഴി എങ്ങനെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സിസ്റ്റമിക് ഡിസീസ് കൺട്രോൾ ചെയ്യാമെന്നും മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു ഒരുപാട് ദന്തരോഗങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ദന്തരോഗങ്ങൾ, മോണരോഗങ്ങൾ, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് എങ്ങനെയൊക്കെ തടയാൻ വേണ്ടി പറ്റും?
പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ? ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ദന്തരോഗം ഒരു പരിധിയല്ല ഒരു നല്ല രീതിയിൽ ദന്ത പരിരക്ഷണ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായും കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 നേരം ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക. കുട്ടികൾക്കാണെങ്കിൽ റോൾ ടെക്നിക്ക്, അഡൽട്ടിനാണെങ്കിൽ മോഡിഫൈഡ് സ്റ്റിൽമാൻ അല്ലെങ്കിൽ സർക്കുലർ ബ്ലീഡിംഗ് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മുകളിലത്തെ പല്ല് മുകളിൽ നിന്ന് താഴേക്കും, താഴത്തെ പല്ല് താഴെ നിന്ന് മുകളിലേക്കും, ചവയ്ക്കുന്ന പ്രതലം മുന്നോട്ടും പുറകോട്ടും. അങ്ങനെ നമ്മൾ 2 നേരം ബ്രഷ് ചെയ്യുക. പിന്നെ ബ്രഷിങ് മാത്രം കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ വായിലുള്ള പ്ലാക്കിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. 2 പല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഇൻ്റർപ്രോക്സിമൽ എയ്ഡ് എംബ്രേഷറിൻ്റെ ഘടന അനുസരിച്ചിട്ട് നമ്മൾ ഇൻ്റർപ്രോക്സിമൽ എയ്ഡ് ഉപയോഗിക്കേണ്ടി വരും. ചിലർക്ക് ഫ്ലോസ്, ചിലർക്ക് ഇൻ്റർപ്രോക്സിമൽ ബ്രഷ്, ചിലർക്ക് ഓറൽ ഇറിഗേറ്റേഴ്സ്, അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്ന് വെച്ചാൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റർപ്രോക്സിമൽ എയ്ഡും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ദന്ത ശുചിത്വം വരുത്തുന്നത് വഴി നമുക്ക് ഡെൻ്റൽ കേരീസ്, മോണരോഗം എന്നിവ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ഡെൻ്റൽ കേരീസാണ് ഈ അഡൽട്ട് വരെ ഉള്ള ഏറ്റവും ടൂത്ത് ലോസിൻ്റെ കാരണം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂത്ത് ലോസ് വരുന്നത് മോണരോഗമാണ്. മോണരോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പെയിൻലെസ് ആണ്. കേരീസ് ആണെങ്കിൽ അത് നമുക്ക് വേദനയുണ്ട്. പെരിഡോണ്ടൽ ഡിസീസ് ആണെങ്കിൽ വേദനയില്ല. നമുക്ക് ആ ടൂത്ത് മൊബിലിറ്റി വരുമ്പോഴേ നമ്മൾ അറിയുകയുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് സേവ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് എത്തിക്കഴിയും. അതാണ് മോണരോഗത്തിൻ്റെ ഈ ഡെൻ്റൽ കേരീസും തമ്മിലുള്ള വ്യത്യാസം. അപ്പം 2 നേരം ബ്രഷ് ചെയ്യുക, ഇൻ്റർപ്രോക്സിമൽ എയ്ഡ് ഉപയോഗിക്കുക, ഷുഗർ കണ്ടെയ്നിങ് ഡയറ്റ് കുറയ്ക്കുക. കുട്ടികളിലാണെങ്കിൽ മുട്ടായി കഴിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിച്ചതിന് ശേഷം അവരുടെ വായ് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. വലിയവർ ഷുഗർ കണ്ടൻറ്റ് കഴിവതും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഇൻ ബിറ്റ്വീൻ സ്നാക്സ് കുറയ്ക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഫൈബർ കണ്ടൻറ്റ്, ബാലൻസ്ഡ് അല്ലെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ഡയറ്റ് ഉപയോഗിക്കുക. ശരി ഡോക്ടർ. ഇപ്പോൾ നമ്മൾ രോഗം വരാതിരിക്കാനുള്ള അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, മോണരോഗങ്ങളായാലും അല്ലെങ്കിൽ വായിലുണ്ടാകുന്ന മറ്റ് പ്രധാനപ്പെട്ട രോഗങ്ങളായാലും ഒക്കെ ഉണ്ടോ? അത് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ? നമുക്ക് വരാൻ ഏറ്റവും കൂടുതൽ ഡെൻ്റൽ കേരീസാണ്, പിന്നെ പെരിഡോണ്ടൽ ഡിസീസ്, പിന്നെ ഡെൻ്റൽ കേരീസിനോടനുബന്ധിച്ച് അത് വേരിലേക്ക് അതെത്തുക, ഓറൽ ക്യാൻസർ, ഓറൽ അൾസേഴ്സ്, ദെൻ വൈറസ് റിലേറ്റഡ് ലീഷൻസ്, ഇതൊക്കെയാണ് മയലൊക്ലൂഷൻസ്. ഇതെല്ലാമാണ് നമ്മുടെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ദന്തരോഗങ്ങൾ. അല്ലാതെ ഒരു സീരിയസ് ആയിട്ട് ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട് ഓറൽ ക്യാൻസർ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകളൊക്കെ, വരാനുള്ള സാധ്യതകൾ അത് എത്രത്തോളം ഉണ്ട്? എന്തൊക്കെയാണ് നമ്മളത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഓറൽ ക്യാൻസർ നമ്മൾ 1,00,000 പേര് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു 43 പേർക്ക് നമുക്ക് ഓറൽ ക്യാൻസർ 2021 ക്യാൻസർ RCCയിലെ രജിസ്റ്റർ പ്രകാരം നമുക്ക് കാണുന്നുണ്ട്. അതിനകത്തുള്ള മോർട്ടാലിറ്റി എന്ന് പറയുന്നത് 1,00,000 പേരിൽ 4 പേർക്കാണ് ആ 43 പേരിലുള്ള ഹൈ മോർട്ടാലിറ്റി, ദാറ്റ് ഈസ് ലെസ് ദാൻ 5 ഇയർ സർവൈവൽ റേറ്റ്. ഇതിനകത്തുള്ള ഓറൽ ക്യാൻസർ വരാനുള്ള ഏറ്റവും മെയിൻ ഘടകം എന്ന് പറയുന്നത് ദുശീലങ്ങൾ തന്നെയാണ്. പുകവലി, മദ്യപാനം തുടങ്ങിയവയും, പാൻ പരാഗ് അതുപോലെയുള്ള ഉപയോഗവും, പിന്നെ നമുക്ക് ഷാർപ്പ് ടൂത്ത്, ഒരു ഡെഞ്ചറിൻ്റെ മാൽഫിറ്റിംഗ് ഡെഞ്ചറിൻ്റെത്, ഇതെല്ലാം നമുക്ക് ഓറൽ ക്യാൻസറിന് കാരണമാകാറുണ്ട്. പിന്നെ ഹീൽ ചെയ്യാത്ത ഒരു വ്രണവും ഓറൽ അൾസേഴ്സ് വന്നാൽ നമ്മളത് നോക്കണം. ഈ ദുശീലങ്ങളില്ലാതെ ഒരാൾക്ക് ഇത് വന്നാൽ കൂടുതൽ ക്യാൻസർ ആകാനുള്ള ചാൻസാണ് ഉള്ളത്. പിന്നെ ക്യാൻസറിന് മുന്നോടിയായിട്ട് നമ്മുടെ വായിൽ വെളുത്ത പാട കാണാറുണ്ട്. വെളുത്ത പാടയോ ചുമന്ന പാടയോ വെളുപ്പും ചുവപ്പും കൂടി കലർന്ന പാടയോ വന്നാൽ നമ്മൾ അതിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മൾ അതിനകത്ത് ബയോപ്സി ചെയ്ത് ഇതെന്താണെന്ന് കൺഫേം ചെയ്യുക. കൂടുതലായിട്ടും ഓറൽ ക്യാൻസർ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്ന ഒരു ഇനമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇതുകൂടാതെ പല ടൈപ്പ് ഓറൽ ക്യാൻസേഴ്സ് വരാറുണ്ട്. ഇത് ഏത് സ്റ്റേജാണെന്ന് അനുസരിച്ചും എപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യുന്ന അനുസരിച്ചും നമുക്ക് ദുശീലമുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതിനകത്ത് സർജറി, കീമോതെറാപ്പി തുടങ്ങിയ കീമോതെറാപ്പി, സർജറി ആൻഡ് റേഡിയേഷൻ തെറാപ്പി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്നും സുരേഷാണ്. സുരേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. നാറ്റം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് വായുനാറ്റം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുകയില്ല. പക്ഷെങ്കിൽ പുറത്തുള്ള ആള് അവരെ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന വായുനാറ്റം ഉണ്ട് എന്നുള്ളതാണ്. വായുനാറ്റത്തിന് പല കോസ് ഉണ്ട്. ഒന്ന് ഇൻട്രാ ഓറൽ, ഒന്ന് എക്സ്ട്രാ ഓറൽ. ഒരെണ്ണം നാച്ചുറലാണ്. നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്ട്രെസ്സ് കൊണ്ട് നമ്മുടെ സലൈവേഷൻ കുറയുകയും അതനുസരിച്ച് നമുക്ക് വായുനാറ്റം അനുഭവപ്പെടുകയും ചെയ്യും. അത് പരീക്ഷ സ്ട്രെസ് റിലേറ്റഡ് ആണ്. പിന്നെ 2 ടൈപ്പ് ഉണ്ട്, ഇൻട്രാ ഓറലും എക്സ്ട്രാ ഓറൽ കോസും. ഇൻട്രാ ഓറൽ എന്ന് പറഞ്ഞാൽ പല്ലും അല്ലെങ്കിൽ വായുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോസ് കൊണ്ട് വരുന്നതാണ്. അതിനകത്ത് ദന്തക്ഷയം, മോണരോഗം ഇതെല്ലാം കൊണ്ടുവരാം. പിന്നെ സിസ്റ്റമിക് ഡിസീസസ് കൊണ്ടുവരാം. ലിവർ ഡിസീസ്, ഡയബറ്റീസ്, അങ്ങനെയുള്ള റീനൽ ഡിസീസസ് അതുകൊണ്ട് വരുന്ന വായുനാറ്റമുണ്ട്. പിന്നെ ഉള്ളത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, സൈനസൈറ്റിസ്, നമ്മുടെ കോൾഡ്, അങ്ങനത്തെ ഉള്ളത് കൊണ്ട് വരുന്ന വായുനാറ്റമുണ്ട്. അത് നമുക്ക് ഏത് കോസ് ആണെന്ന് കണ്ടുപിടിക്കുക, എത്ര ഡിഗ്രി നമുക്കതിനകത്ത് റേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റേറ്റ് ചെയ്തിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് കോസസ് ഹാലിറ്റോസിസ്. അപ്പം ഹാലിറ്റോസിസ് മോണരോഗത്തിൻ്റെ ഭാഗമായിട്ട് വരാം, ദന്തക്ഷയത്തിൻ്റെ ഭാഗമായിട്ട് വരാം. കോസ് കണ്ടുപിടിക്കുക, അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പിന്നെ ഹാലിറ്റോഫോബിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അത് ശരിക്കും നമുക്ക് ഹാലിറ്റോസിസ് ഇല്ലായിരിക്കും, ആ പേഷ്യൻറ്റിന് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നതാണ് ഹാലിറ്റോഫോബിയ. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, മോണരോഗത്തിനെ പറ്റി പറഞ്ഞു. മോണരോഗം മോണയെ സംരക്ഷിക്കേണ്ട, മോണയെ ആരോഗ്യമായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മുടെ വായ ആരോഗ്യമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് എത്രത്തോളമുണ്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മോണരോഗവും ശരീരത്തിലുള്ള മറ്റുള്ള എല്ലാ ഡിസീസുമായിട്ട് ഒരു ബന്ധമുണ്ട്. ആ പഠനശാഖയാണ് നമ്മൾ പെരിയോ മെഡിസിൻ എന്ന് പറയുന്നത്. മോണരോഗം കൺട്രോൾ ചെയ്യുന്നത് വരെ പല സിസ്റ്റമിക് ഡിസീസും നമുക്ക് ഒരു പരിധി വരെ തടയാം. എന്തുകൊണ്ട് ഒരു പരിധി വരെയെന്ന് ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചാൽ, കാർഡിയോവാസ്കുലർ ഡിസീസ് അങ്ങനെയൊക്കെ വരുന്നതിനകത്ത്, അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു കോസ് കൊണ്ടല്ല വരുന്നത്. there are multiple etiological factors that contribute that particular disease. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പെരോണ്ടൽ ഡിസീസും അതിനകത്ത് ജനറ്റിക് ഫാക്ടേഴ്സ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് പോലെ, ബിഹേവിയറൽ ഫാക്ടേഴ്സ് പോലെ, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടറാണ് നമ്മുടെ ഗം ഡിസീസ് അല്ലെങ്കിൽ പെരോണ്ടൽ ഡിസീസ്. അപ്പോൾ അത് തടയുന്നത് വരെ നമുക്ക് ഒരു പരിധി വരെ ഈ ഡിസീസിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് അമ്മമാരാകാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ ഗർഭിണികളായവർക്ക് മോണരോഗം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു പ്രിമച്വർ ഡെലിവറിയും പ്രീ ടേം ലോ ബർത്ത് വെയ്റ്റ് ബേബീസും വരാം. പിന്നെ ഞാൻ പറഞ്ഞു അൽഷിമേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ മറവി രോഗത്തിന് പെരോണ്ടൽ ഡിസീസ് ഒരു കാരണമാകാറുണ്ട്. ഓറൽ ക്യാൻസർ ഉള്ളവർക്ക് നമുക്ക് പെരോണ്ടൽ ഡിസീസ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നവർ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. ദെൻ കാർഡിയോവാസ്കുലർ ഡിസീസ് അതിനകത്ത് പെരോണ്ടൽ ഡിസീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് പ്രോആക്റ്റീവ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് വഴി അതെറോസ്ക്ലെറോസിസ് അല്ലെങ്കിൽ ബ്ലഡ് വെസലിൽ പ്ലാക്ക് വരികയും കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും അങ്ങനെ കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ റിസ്ക് കൂടുകയും ചെയ്യും. പിന്നെ ചില പ്രൊസീജിയേഴ്സ്, ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് ഇടവരുത്തും. അത് പ്രോസ്തെറ്റിക് ഹാർട്ട് വാൽവ് ഉള്ളവർക്കും കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും ഒക്കെ വരുന്ന സംഭവമാണ്. അപ്പോൾ അവർക്ക് ബാക്ടീരിയമ വരാൻ പോകുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് പ്രൊഫൈലാക്സിസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചില കേസിൽ നമുക്ക് സംശയം വരും, ഇതിന് വേണോ, അല്ലെങ്കിൽ ചില പേഷ്യൻസ് ആസ്പിറിൻ അല്ലെങ്കിൽ ആൻറ്റി കൊയാഗുലൻസ് കഴിക്കുന്നതായിരിക്കും. അത് നമ്മുടെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരും, അപ്പോൾ ഇത് കഴിക്കാമോ എന്നെല്ലാം നമുക്ക് സംശയം വരുമ്പോൾ ദാറ്റ് ഈസ് യു ഹാവ് ടു ഓൾവേസ് കൺസൾട്ട് വിത്ത് എ കാർഡിയോളജിസ്റ്റ് ടു ഗെറ്റ് ദ കൺസെൻറ്റ് ആൻഡ് ഡു ദി ഡെൻ്റൽ പ്രൊസീജിയേഴ്സ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ടീം അപ്രോച്ചിൽ നമുക്ക് സംശയമുള്ള, അപ്പോൾ ചില കാർഡിയാക് പേഷ്യൻസ് ഹൈ റിസ്ക് ആയിരിക്കും, ചിലർ ലോ റിസ്ക് ആയിരിക്കും. അപ്പോൾ ചിലർക്ക് ആൻറ്റി കോയാഗുലൻസ് നിർത്താൻ പറ്റും, ചിലർക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ ആർക്ക് നിർത്തണം എന്നുള്ളത് നമ്മുടെ ഒരു ഡെൻറ്റിസ്റ്റിന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ കൺസെൻറ്റോടുകൂടി ചെയ്യുക.
ഇപ്പം ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് ഏതെങ്കിലും സിസ്റ്റമിക് ഡിസീസസിൽ നമുക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവരുടെ എത്രത്തോളം അവർ കൺട്രോളാണ്, എത്രത്തോളം അവരുടെ സേഫാണ് നമ്മുടെ ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് എന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു ഫിസിഷ്യൻ്റെ കൺസെൻറ്റ് എടുത്തിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് നീങ്ങുക. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കാഞ്ഞങ്ങാട് നിന്നും മധുവാണ്. മധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. മധു ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ പറഞ്ഞു ഓറൽ ക്യാൻസറെ പറ്റി പറഞ്ഞു, ഓറൽ അൾസറെ പറ്റി പറഞ്ഞു. ഇത് ഓറൽ അൾസർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിന്റെ റെമഡി എന്താണ്, എങ്ങനെയാണ്? ഓറൽ അൾസേഴ്സിൻ്റെ ആണോ? അതെ അതെ. ഓറൽ അൾസേഴ്സ് നമ്മൾ നമുക്ക് ഇങ്ങനെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ടൂത്ത് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ഡെഞ്ചറോ അങ്ങനെ വല്ലതും വെയർ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഷാർപ്പ് എഡ്ജ് ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് വായിലൊരു അൾസർ എന്ന് പറഞ്ഞാൽ സാധാരണ വരുന്ന അൾസർ നമ്മൾ സ്ട്രെസ് റിലേറ്റഡ് ആഫ്റ്റസ് അൾസർ എന്ന് പറയും. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ പോകും. ഉണങ്ങാത്ത അല്ലെങ്കിൽ നമ്മൾ നോൺ ഹീലിംഗ് അൾസേഴ്സ് ബിയോണ്ട് 7 days ആണ് നമ്മളൊരു ക്യാൻസറായിട്ട്. വേദന കാണും, സലൈവേഷൻ കൂടുതലായിരിക്കും, പിന്നെ നമുക്ക് ദുശീലം ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ വെളുത്ത പാട പോലെയുള്ള എന്തെങ്കിലും ലീഷൻ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കുക. അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളത് ഒരു ബയോപ്സി എടുത്ത് നോക്കിയിട്ടായിരിക്കും നമ്മളത് കൺഫേം ചെയ്ത് പറയുന്നത്. അല്ല, സാധാരണ കാണുന്ന എല്ലാ വ്രണങ്ങളും ഓറൽ ക്യാൻസേഴ്സ് അല്ല, അത് ആഫ്റ്റസ് അൾസർ ആകാം. ഇപ്പം നമുക്കൊരു വൈറൽ ഫീവർ വന്നാൽ പോലും വായിൽ റിലേറ്റഡ് ആയിട്ട് ഒരു അൾസേഴ്സ് വരാം. ആ അൾസേഴ്സ് എല്ലാം വിത്തിൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ഹീൽ ചെയ്യും. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു മോണരോഗത്തിനെ പറ്റിയും മോണയുടെ ആരോഗ്യത്തിനെ പറ്റിയും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മോണരോഗം, അത് ഒരു മോണരോഗമാണെന്ന് സ്ഥിരീകരിക്കാനുള്ള കുറച്ച് ലക്ഷണങ്ങളുണ്ടാവും. അതെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? ഒരെണ്ണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പരസ്യത്തിൽ കാണുന്ന പോലെ ആപ്പിൾ കടിക്കുമ്പോൾ ഒരു ബ്ലഡിൻ്റെ തിഞ്ച് വരുന്നില്ലേ, അത് തന്നെയാണ്. പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരിക, പല്ലിൻ്റെ ബലക്കുറവ്, പല്ലിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഇച്ചിങ് ഫീലിംഗ്, ഒരു ടെൻഡൻസി ടു സക്ക്, പിന്നെ ടൂത്ത് മൊബിലിറ്റി, ഇതെല്ലാമാണ് പെരിഡോണ്ടൽ അല്ലെങ്കിൽ മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചുമക്കുന്നത് പോലെ ഗമ്മിൻ്റെ ആദ്യം വരുന്ന ലക്ഷണം എന്ന് പറയുന്നത് കളർ ചേഞ്ചാണ്. കളർ ചേഞ്ച് സബ്ജക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് മോർ ഒബ്ജക്റ്റീവ് ഫസ്റ്റ് സൈൻ ഓഫ് പെരിഡോണ്ടൽ ഡിസീസ് എന്ന് പറയുന്നത് ബ്ലീഡിങ് തന്നെയാണ്. അതല്ലാതെ നമ്മുടെ പല്ലിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവുന്ന മറ്റ് കാരണങ്ങൾ വല്ലതുമുണ്ടോ മോണരോഗമല്ലാതെ? ഉണ്ട്. മോണരോഗമാണ് കോമൺ കോസ്. ലോക്കലും സിസ്റ്റമിക് ഫാക്ടേഴ്സും ഉണ്ട്. അത് ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് വഴി പേഷ്യൻസ് ഓൺ ആൻറ്റി കോയഗുലൻ്റ് തെറപ്പി ഉള്ളത് വഴി അങ്ങനെ പല കോസസ് കൊണ്ട് നമുക്ക് ബ്ലീഡിങ് വരാറുണ്ട്. കോമൺ കോസ് എന്ന് പറയുന്നത് ലുക്കീമിയ, അങ്ങനെയുള്ള വൈറ്റമിൻ സി ഡിസോർഡേഴ്സ്, ലിവർ ഡിസോർഡേഴ്സ്, അതെല്ലാം കൊണ്ടും ബ്ലീഡിങ് വരാറുണ്ട്. പക്ഷേ കോമൺ കോസ് എന്ന് പറയുന്നത് നമ്മുടെ മോണരോഗം തന്നെയാണ്. അത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ടും ക്ലിനിക്കൽ എക്സാമിനേഷൻ വെച്ചിട്ടും ലാബ് ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ടും നമുക്ക് കറക്റ്റായിട്ടുള്ള ഏറ്റിയോളജി കണ്ടുപിടിക്കാൻ സാധിക്കും. അതനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുകയും ചെയ്യും. ശരി ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കുട്ടനാട്ടിൽ നിന്ന് മോഹനാണ്. മോഹൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞു. നമസ്കാരം ഡോക്ടർ, ഞാൻ പിന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. ഡോക്ടറുടെ നിർദ്ദേശം മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ പല്ല് 2 നേരവും ഡോക്ടർ ഇപ്പം പറഞ്ഞ കൊണ്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മൗത്ത് വാഷ് ഉണ്ട്, ലിസ്റ്ററിൻ എന്ന് പറയുന്നത്, അത് ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോ 3-4 വർഷമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ദോഷമുണ്ടോ ഗുണമുണ്ടോ, അതുപോലെ അത് ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നത്. അതെങ്ങനെ വേണമെന്ന് അറിയാം. മൗത്ത് വാഷ് ഒന്നും നമുക്ക് ലോങ് ടേമിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു വേണ്ട, അക്യൂട്ടായിട്ട് നമുക്കൊരു സർജറി കഴിയുകയോ നമുക്ക് നമ്മുടെ ഓറൽ ഹൈജീൻ ഇമ്പയർ ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്ക് മാത്രം മതി. പിന്നെ നമുക്ക് സാറിന് ഒരു ഡെൻറ്റിസ്റ്റിനെ അല്ലെങ്കിൽ പെരിഡോണ്ടിസ്റ്റിനെ കണ്ടിട്ട് സാറിന് മോണരോഗം ഒന്നും ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക.
റൂൾ ഔട്ട് ചെയ്തിട്ട് നമ്മളത് സ്കെയിലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പെരിനോഡൽ മാനേജ്മെൻറ്റ് വേണമോ എന്ന് അന്വേഷിക്കുകയോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച സാറ് മാക്സിമം ഉപയോഗിക്കുക. പിന്നെ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബ്ലീഡിങ്ങോ എന്തെങ്കിലും അതിൻ്റെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തോ മോണരോഗത്തിൻ്റെ തുടക്കം ഉണ്ടെന്നാണ്. അപ്പോൾ അത് കണ്ട് ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ മൗത്ത് വാഷ് ഒരു പെർമനൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഡോക്ടർ പരസ്യം ഇങ്ങനെ ഇതിനകത്ത് അവർ പറയുന്നുണ്ട് ഉപയോഗിക്കുന്നു എന്നും പറയും. ഞാനപ്പോൾ അത് പരസ്യം കണ്ടുകൊണ്ടായത് എനിക്ക് അങ്ങനെ മോണയ്ക്കോ പല്ലിനോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഇപ്പം. ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് രാത്രിയിൽ പേസ്റ്റിന് പകരം ബ്രഷിലേക്ക് ഈ മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ട് അത് വെച്ച് ബ്രഷ് ചെയ്യാം. പിന്നെ ലിസ്ട്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ക്ലോറെക്സിഡിൻ എന്നുള്ളൊരു മൗത്ത് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒരു അരമണിക്കൂറിലേക്ക് നമ്മളത് ഉപയോഗിക്കരുത്. മാഡം ഞാൻ ഉപയോഗിക്കുന്ന അതിപ്പോ 3-4 വർഷമായി. അത് ഇനി ഉപയോഗിക്കണ്ട. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ആവശ്യം വരുന്നില്ല. ഓക്കെ, പ്രേക്ഷകന് വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പല്ലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളുടെ പല്ലിൻ്റെ കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളുടെ ദന്താരോഗ്യം അത് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? കുട്ടികളുടെ ദന്താരോഗ്യം അവിടെ നിന്ന് വേണം, അല്ലെങ്കിൽ ആൻറ്റിനേറ്റൽ മദേഴ്സിൽ നിന്ന് വേണം നമ്മൾ ആ കെയർ തുടങ്ങേണ്ടത്. ആൻറ്റിനേറ്റൽ മദേഴ്സിന് നമ്മൾ ആ കുട്ടികളുടെ ഡെൻ്റൽ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളിൽ ആദ്യത്തെ പല്ല് വന്ന മുതൽ നമ്മൾ അതിൻ്റെ ദന്തപരിരക്ഷണം ഉറപ്പാക്കണം. അത് നമ്മൾ അമ്മമാർ നമ്മുടെ ഒരു തുണി വെച്ചിട്ട് ആ കുട്ടിയുടെ ടൂത്ത് സർഫസ് ക്ലീൻ ആക്കി കൊടുക്കുക. 2 വയസ്സ് മുതൽ നമുക്ക് ടൂത്ത് ബ്രഷിങ് കുട്ടിയെ പഠിപ്പിക്കാം. എന്ന് വെച്ചാൽ ആ കുട്ടി തുപ്പാനായിട്ട് ഏബിൾ ആകുന്നത്. നമ്മൾ പരസ്യത്തിൽ കാണുന്ന പോലെ ഒരു ബ്രഷിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പയറിൻ്റെ വലുപ്പത്തിൽ നമ്മൾ എടുത്തിട്ട് കുട്ടികൾക്ക് മുകളിലത്തെ പല്ല് മുകളിൽ നിന്ന് താഴേക്കും താഴത്തെ പല്ല് താഴെ നിന്ന് മുകളിലേക്കും കുട്ടികൾക്ക് ചെയ്യാൻ പാടായിരിക്കും. കുട്ടികളുടേതായിട്ടുള്ള രീതിയിലുള്ള കിഡ്സ് ടൂത്ത് ബ്രഷ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമ്മൾ റൊട്ടേറ്ററി മോഷനിൽ നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കുക. 2 നേരം ബ്രഷ് ചെയ്യിപ്പിക്കുക. പിന്നെ കുട്ടികളിൽ പാല് രാത്രിയിൽ വെച്ച് കൊടുത്ത് ഉറക്കാതിരിക്കുക. മിഠായി എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കഴിച്ചതിന് ശേഷം വായി കഴുകാനായിട്ട് കുട്ടികളെ എൻഷുർ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ശരി ഡോക്ടർ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും അശ്വതിയാണ്. അശ്വതി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറഞ്ഞോളൂ അശ്വതി. ഹലോ മാം, ഞാൻ എനിക്ക് ഈ താഴത്തെ വരിയില് ലാസ്റ്റിലൊരു പല്ല് വേദന വന്നു. അപ്പൊ ഞാൻ 2 ദിവസമായി ഡോക്ടറെ കാണിച്ചിട്ട്, അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ സ്പേസ് ഇല്ല, പല്ലിന് വളരാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് റിമൂവ് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ മോണയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. ഇപ്പോഴും എനിക്ക് 3 ദിവസമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ആന്റിബയോട്ടിക്സും ഉണ്ട്, പെയിൻ കില്ലറും ഉണ്ട്. എപ്പോഴും വേദന കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. അശ്വതിയുടെ ഏജ് പറയൂ. എനിക്ക് 34. മുമ്പിലത്തെ പല്ലിനാണോ വേദന വന്നിരിക്കുന്നത്? ലോവറിൽ ഏറ്റവും ലാസ്റ്റ് പല്ല്, അതായത് ഓക്കെ. അത് ഇമ്പാക്റ്റഡ് ആയിരിക്കും. അശ്വതിയെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്തതിന് ശേഷമേ എനിക്കത് അത്ര പറയാൻ പറ്റുള്ളൂ. അതിന് സ്ഥലം ഇല്ലയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് 100% ഇമ്പാക്റ്റഡ് ആണ്. അത് എക്സ്റേ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ പല്ല് ഉണ്ടോ എന്ന് നോക്കുക. ഇത് ഇറപ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് നോക്കുക. അത് അഥവാ ഇല്ലെങ്കിൽ അത് മറ്റേ തൊട്ടടുത്ത ടൂത്തിന് അതിന് ഡാമേജ് വരുത്തുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ എന്ന് അറിയുക. അതനുസരിച്ച് അത് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒരു ഓറൽ സർജനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അശ്വതി എടുക്കേണ്ടി വരും. എന്നോടും അങ്ങനെ ഡോക്ടർ പറഞ്ഞത് എക്സ്റേ എടുത്തിട്ട് പെയിൻ മാറിയിട്ട് എക്സ്റേ എടുത്തിട്ട് വരാനാ പറഞ്ഞത്. അപ്പൊ അത് ഇപ്പോ റിമൂവ് ചെയ്യല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലേ മാം? അതാണ് ഞാൻ പറഞ്ഞത്. അത് ക്രോണിക് അത് ഇടയ്ക്കിടയ്ക്ക് അത് വീണ്ടും അങ്ങനെ ഈ വേദന വന്നുകൊണ്ടിരിക്കും. അത് മറ്റേ തൊട്ടടുത്ത പല്ലുമായിട്ട് ഇതിനുള്ള റിലേഷൻ നോക്കണം. എത്രത്തോളം ഇമ്പാക്റ്റഡ് ആണെന്ന് നോക്കണം. മുകളിലത്തെ പല്ല് ഉണ്ടോ എന്ന് നോക്കണം. ബക്കലി ടിൽറ്റഡ് ആണോ എന്നെല്ലാം നോക്കണം. നോക്കി കഴിഞ്ഞിട്ട് അശ്വതി ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫൈനൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ മാം, ഓക്കെ ശരി.
പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ദന്താരോഗ്യത്തെക്കുറിച്ചും ദന്ത സംരക്ഷണത്തിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഇന്ന് നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാനായി എത്തിയിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ പെരിയോഡോണ്ടിക് വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിട്ടുള്ള ഡോക്ടർ ബിന്ദു ആർ നായരാണ്. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.